ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആ ചെറിയ പ്രായം എന്ന് പറയുമ്പം ജയറാമേട്ടനെ സംബന്ധിച്ച് ഒരു അച്ഛൻ പോലത്തെ ഒരു ഫിഗർ ആയിരിക്കുമല്ലോ ജയറാമേട്ടൻ, കേൾക്കണ്ട. എന്നിട്ട് ഈ നായികയായിട്ട് വന്നു ഇത് വേണമെങ്കിൽ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്തോളൂ കേട്ടോ, എനിക്ക് വരുന്നത് അച്ഛൻ ഫിഗർ ആയിരുന്നു എന്നൊക്കെ. അല്ല, ഒരു അങ്കിൾ ദിവ്യ, നമ്മൾ അച്ഛനല്ല അങ്കിൾ. ആ പറ. അതിലും പ്രശ്നം ചേട്ടൻ. ജയറാമേട്ടന്റെ സന്തോഷത്തിന് വേണ്ടി ഞങ്ങളിപ്പോ ഒരു ചേട്ടൻ ലെവൽ എത്തിച്ചിട്ടുണ്ട്. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. എനിക്ക് തോന്നുന്നു ദിവ്യ ഭയങ്കര പേഷ്യൻസ് ഉള്ള ഒരു അമ്മയാണ്. അത് പിള്ളേരോട് ചോദിക്കൂലല്ലോ, അതുകൊണ്ട് ഞാനത് പറഞ്ഞേക്കാം. അതേപോലെയാണോ മീനാക്ഷിയോടും? അതായത് മൂത്താളും ഡാൻസ് പഠിക്കുന്നത് ഗുരു ദിവ്യാണ്. ചോദിക്കില്ലെങ്കിൽ എന്തൊക്കെ തിരക്കുകൾ ഉണ്ടെങ്കിലും കുടുംബത്തിന്റെയും സ്കൂളിന്റെയും ജോലികൾ ഈക്വലി ബാലൻസ് ചെയ്തുകൊണ്ട് പോയിട്ടുള്ള ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ രാവിലെ തൊട്ടുള്ള അടുക്കളയിലെ റെസ്പോൺസിബിലിറ്റീസ്, ഭക്ഷണം ഉണ്ടാക്കലും ഒക്കെ, അതൊന്നും ഞാൻ പകർത്തിയിട്ടില്ല. ഐശ്വര്യ, മീന, യാ അമ്മമ്മ വാസ് ലൈക്ക് ദാറ്റ്. അതല്ല, അതിപ്പോ അവര് എന്നോട് പറഞ്ഞു തുടങ്ങി. യുനോ ഇഫ് ദിസ് വാസ് അമ്മമ്മ, ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ തുടങ്ങണേ. അപ്പൊ അമ്മമ്മയുടെ അടുത്താ ഇങ്ങനെ കാണിച്ചിരുന്നെങ്കിലുണ്ടല്ലോ എന്ത് ചെയ്യുന്ന അറിയോ? അപ്പൊ ഇപ്പോഴൊക്കെ അവര് പറയും ഞങ്ങൾക്ക് അറിയാം, ആ കഥയല്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മള് അവരുടെ കാര്യത്തിലും അങ്ങനെ ഒരു തരം ഫോക്കസ്ഡ് ആയിട്ട് തന്നെയാണെന്നുള്ളത്. മൊത്തത്തിലൊരു പരീക്ഷ നമുക്ക് നോക്കാം. ഇപ്പം നൃത്തം ചെയ്യുന്നവർ പറയുന്നുണ്ട് ബാഹ്യചലനങ്ങൾക്കപ്പുറം ആന്തരികമായിട്ടുള്ള ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു തേജോമയമായ ഒരു കാര്യമാണ്. അങ്ങനെ തന്നെയല്ലേ ദിവ്യയ്ക്ക്? തീർച്ചയായിട്ടും അതാണ്. അതിലൊരു സാത്വിക ഭാവം ഉണ്ട്. സാത്വികം ഒരു ഭാഗമാണ് ഡാൻസില്, അഭിനയത്തിന്റെ. അതെ. അപ്പൊ അത് എന്ന് പറയുന്നത് ദ മോസ്റ്റ് പ്യുവർ ആണല്ലോ സാത്വിക. അപ്പോൾ അവിടെ ആ ക്യാരക്ടർ പിന്നെ ദിവ്യ, അങ്ങനെ രണ്ടുപേരില്ല. ക്യാരക്ടർ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഡാൻസ് മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് പോകുന്നതാണ്. അപ്പൊ വൺനെസ് ആണ്. അപ്പൊ അത് വരണം. അത് വരുമ്പോ തന്നെയാണ് അത് എന്തായാലും പറയാ പൂർണ്ണമാകുന്നത്. ഇപ്പം ദിവ്യയിലെ ഡാൻസിലെ ഒരു സ്പിരിച്വൽ എലമെന്റ് എന്തായിരിക്കും? സ്പിരിച്വൽ എലമെന്റ് ആണ് ഡ്രൈവിംഗ് ഫോഴ്സ് എൻ്റെ കോറിയോഗ്രാഫീസിനും എല്ലാത്തിനും. ഇപ്പോൾ ഒരു അമ്പലത്തിനെ പറ്റി കേട്ടാലോ അതിൻ്റെ കഥകളും പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന എനർജി, അല്ലെങ്കിൽ ഇപ്പൊ ഗുരുവായൂരെ ഭക്തരുടെ കഥകളാണെങ്കിൽ തന്നെയും എന്തായിരിക്കുമല്ലേ ഇവരൊക്കെ. ഇപ്പൊ കുറൂരമ്മയുടെ കഥയാണ്, എന്താണല്ലോ ഇതൊരു സംഭവമാണല്ലോ എന്നുള്ള ആ ഒരു വാവ് ഫാക്ടറി എന്നാണ് കോറിയോഗ്രാഫിയുടെ ആരംഭം തന്നെ. സോ അപ്പൊ അവിടെ തന്നെ ഭക്തിയിൽ കലർന്നിട്ടുള്ള ഒരു ഇതാണ്. ഇപ്പൊ നമ്മൾ ശോഭന ചേച്ചീനെയൊക്കെ കാണുമ്പം നൃത്തത്തിലൊക്കെ ഒരുപാട് പരീക്ഷണങ്ങൾ, അതിപ്പോ ഇംഗ്ലീഷിലൊക്കെ തന്നെ ചേച്ചി എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി അങ്ങനെയും ചെയ്യുന്നുണ്ട്. അപ്പൊ ദിവ്യയും കുറെ കൊറിയോഗ്രാഫീസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും എന്തായിരിക്കും ഇനി ദിവ്യയുടെ ഭാഗത്തുനിന്ന് ചെയ്യണം തോന്നുന്ന നൃത്തത്തിലെ പരീക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും? എനിക്ക് പരീക്ഷണമല്ല, എനിക്ക് എപ്പോഴും താല്പര്യം തോന്നിയിട്ടുള്ളത് ജനങ്ങൾ കണക്റ്റഡ് ആവുമ്പോഴാണ്. അത് ഞങ്ങൾക്ക് മനസ്സിൽ തട്ടിയിട്ടോ എന്ന് പറയും. അങ്ങനെ ജനങ്ങൾ കണക്ട് ചെയ്യുന്നത് നമ്മുടെ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന നാമകീർത്തനങ്ങളില്ലേ, അഷ്ടകങ്ങള്, അല്ലെങ്കിൽ ഭജഗോവിന്ദ്, പോപ്പുലർ ആയിട്ടുള്ള കാര്യങ്ങള് നമ്മൾ നാമങ്ങളായിട്ട് 4 വരി കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്നു. അതെടുത്തിട്ട് അത് ബേസാക്കി വെച്ചുകൊണ്ട് വർക്ക്സ് ചെയ്യുമ്പോൾ ആളുകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളുടെ ആ ഒരു എനർജി നമ്മളിലേക്ക് ഒരു സിനർജി സംഭവിക്കുമ്പോഴാണ് ഒരു കോറിയോഗ്രാഫിയുടെ ഒരു എന്താ പറയാ വിജയം എനിക്ക് ഫീൽ ചെയ്യാറ്. സക്സസ് ആയി, ഇത് അവരിലേക്ക് എത്തി എന്ന്. അപ്പോ അങ്ങനെ അഷ്ടകങ്ങളും കീർത്തനങ്ങളും ഒക്കെയാണ് കൂടുതൽ എനിക്കിഷ്ടം ചെയ്യാൻ, അല്ലെ? കൂടുതൽ നമുക്ക് കൺവേ ചെയ്യാൻ കൂടുതൽ അതാണ് എളുപ്പം എന്ന് തോന്നാറുണ്ട്. ഓക്കെ. ഇവ ദിവ്യ അന്ന് നമ്മൾ പറഞ്ഞില്ല 20 വർഷത്തിൻ്റെ കണക്ക് പറയുമ്പം അന്ന് ദിവ്യ പോകുമ്പോൾ വളരെ ചെറിയ പ്രായമാണ്. മാരേജ് എന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകുന്നു. 20കളിൽ തന്നെ അമ്മയാവുകയാണ്. പിന്നീട് 30കളിലാണ് ഐശ്വര്യ വരുന്നത്. അപ്പം ആ ഒരു 2 സമയത്ത്, കാരണം അന്ന് ദിവ്യയും കുട്ടിയാണ്, ദിവ്യ ഇവരുടെ കൂടെ വളരുന്നു. ഇപ്പം എനിക്കൊന്ന് ഐശ്വര്യ 4 വയസ്സേ ഉള്ളൂ മോൾക്ക്. അപ്പം എങ്ങനെയാണ് ഈ 2 കാലത്തെ ആ ഒരു മദർഹുഡിനെ എങ്ങനെ കാണുന്നു? അത് അങ്ങനെ ഞാൻ ചിലപ്പോൾ വിചാരിക്കും ഇതൊക്കെ ഞാൻ പഠിച്ചിട്ടാണോ ചെയ്തത്, എവിടെ നിന്ന് പഠിക്കും.
പഠിക്കാൻ അന്നും ഒരു ബുക്കും ഒന്നുമില്ല, ഇന്നും ഒരു ബുക്കും അങ്ങനെ ഒന്നുമില്ല. അതെ അപ്പോ എന്നോട് ചോദിച്ചാൽ ഏറ്റവും വലിയ പരിശ്രമം അതൊക്കെ തന്നെയാണ്. പിള്ളേരെ വളർത്തുന്നതും അവര് വളർന്നു വരുന്നത് കാണുന്നതും ഈശ്വര നമ്മൾ ചെയ്യണത് ശരിയായിരിക്കണേ. പക്ഷെ എനിക്ക് തോന്നുന്നു ദിവ്യ ഭയങ്കര പേഷ്യൻസ് ഉള്ള ഒരു അമ്മയാണ്. അത് പിള്ളേരോട് ചോദിക്കൂലല്ലോ, അതുകൊണ്ട് ഞാനത് ആണെന്ന് പറഞ്ഞേക്കാം. അല്ല, കാരണം ഇവ തന്നെ ഐശ്വര്യയോട് ഐശ്വര്യ അതവിടെ വെക്കും, ഞാൻ അയ്യോ എത്ര പതുക്കെയാണ്, അങ്ങനത്തെ ഒരു ഭയങ്കര ക്ഷമയുള്ള അമ്മയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ആ ഒരു ടോണില് അതങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഫസ്റ്റ് ടോൺ. പിന്നെ ഒരു വാർണിംഗ്, ഇനി ഞാൻ സ്ട്രിക്റ്റ് ടോൺ ഉപയോഗിക്കാൻ എനിക്ക് തോന്നുവാണ്, അങ്ങനെയൊക്കെ പറയും ഞാൻ. അപ്പോ പിന്നെ വരുന്ന റിയാക്ഷൻ അനുസരിച്ച് ആ ടോൺ വരണോ വേണ്ടോ. ശരിക്കും പറഞ്ഞാൽ അച്ഛനും അമ്മയും എല്ലാം നോക്കിക്കൊണ്ടിരുന്ന ഒരു കുട്ടി വളരെ ചെറിയ പ്രായത്തിലെ സിനിമ പോലൊരു മേഖലയിലേക്ക് വരുന്നു, ഡാൻസ് ചെയ്യുന്നു, കോളേജിൽ പോകുന്നു. ഇവിടുന്ന് എല്ലാം ഒരു പറിച്ചു നടൽ മറ്റൊരു രാജ്യത്തേക്ക് 21 വർഷമായിട്ട് ശ്രീപാദം പോലെ എല്ലാവരും അംഗീകരിച്ചൊരു സ്കൂള് വിജയിപ്പിക്കുക. എന്താണ് അതിന് പിന്നിലെ ഒരു സീക്രട്ട്? അത് നമ്മൾ അതിലേക്ക് എനർജി ചാനൽ ചെയ്തത് തന്നെയാണ്. അവിടെ ചെന്ന ആദ്യത്തെ 3-4 വർഷം ഒരു ഭയങ്കര അമ്പരപ്പ് തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ കൾച്ചറൽ ഷോക്ക്. ഇവിടെ നമ്മളെ പഠിപ്പിച്ചേക്കണ രീതിയിലൊക്കെ അവിടെ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് ഒരു അന്താളിപ്പാണ്. കാരണം ഇവിടെ ഡിസിപ്ലിനറി ഒരു ഫിഗറാണ്, ഡിസിപ്ലിൻ ചെയ്യുന്ന ഒരു ഫിഗറാണ് ടീച്ചേഴ്സ്. അവിടെ ഫ്രണ്ട്സ് ആണ്, അവിടെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ്. പിന്നെ അവര് ഒരുപാട് എന്താ പറയാ പേഴ്സണൽ ആയിട്ട് ഇങ്ങനെ ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള കമന്റ്സ് പറയില്ല. ഇപ്പോൾ ദാറ്റ് ഇസ് നോട്ട് കറക്ഷൻസേ പറയുള്ളൂ. അതായത് ഡോണ്ട് ഇപ്പോൾ മടി പിടിച്ചോ അങ്ങനെ നമ്മുടെ ടീച്ചേഴ്സൊക്കെ ഡാൻസിന്റെ കാര്യത്തിലാണ് ഞാൻ പറയണേ. ഇപ്പോൾ ദാറ്റ് ഇസ് വെരി ലേസി എന്നോ അങ്ങനത്തെ വാക്കുകൾ, അങ്ങനത്തെ ഒരു കമന്റ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അവിടെ യൂസ്ഡ് അല്ല കുട്ടികൾ. അവർക്ക് അതൊക്കെ വളരെ പേഴ്സണൽ ആയിട്ട് ഫീൽ ചെയ്യും. ഇത് മനസ്സിലാക്കി വരാനായിട്ട് കുറച്ച് സമയം എടുത്തു. പക്ഷെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോ ഇപ്പൊ എന്റെ പിള്ളേരുടെ പേരൻസ് ഒക്കെ ചോദിക്കണത് എന്തെങ്കിലും ഒന്ന് പറയുമോ. കാരണം വളരെ മൈൽഡായിട്ടാണ് പഠിപ്പിക്കാറ്. അപ്പൊ അതേപോലെയാണോ മീനാക്ഷിയോടും? അതായത് മൂത്താളും ഡാൻസ് പഠിക്കുന്നത് ഗുരു ദിവ്യാണ്. ചോദിക്കില്ലെങ്കിൽ ഇല്ല, ഞാൻ ഇപ്പം മീനുവിനോട് ചോദിക്കില്ല, പറഞ്ഞോളൂ. അതോ അമ്മയും ടീച്ചറോട് ഒരുമിച്ച് ചേരുമോ? അപ്പൊ അത് എന്നോട് പറയണത് എനിക്ക് മീനാക്ഷിയുടെ അടുത്ത് ക്ഷമയില്ല എന്നാണ് മീന പറയണത്. പക്ഷെ ഞാൻ പറയും അങ്ങനെയൊന്നും അല്ല. കാരണം പുള്ളിക്കാരിയുടെ അടുത്ത് ഗിൽറ്റ് കുറച്ച് വർക്ക് ചെയ്യും. ചെയ്യണ്ട, എല്ലാരും പഠിപ്പിക്കുമ്പോ അവരൊക്കെ നന്നായിട്ട് ചെയ്യുമ്പോ എന്റെ കൊച്ചു മാത്രം ചെയ്യണ്ട, ഡോണ്ട് ടേക്ക് പാർട്ട്, ഇറ്റ്സ് ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചെയ്യാം. ഇമോഷണലി അവളെ മികച്ച അധ്യാപികയ്ക്കുള്ള ദേശീയ അവാർഡ് നേടിയ ഒരാളുടെ മകളാണ് ദിവ്യ. അമ്മയുടെ ആ ഒരു ഡിസിപ്ലിൻ എല്ലാവർക്കും ഒരു അമ്മ നല്ല സ്ട്രിക്റ്റ് ടീച്ചറൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു ഡിസിപ്ലിനൊക്കെ ദിവ്യ എങ്ങനെയാണ് ജീവിതത്തിലേക്ക് പകർത്തിയത്? അത് അമ്മ ഒരു എന്താ പറയാ അമ്മയുടെ ലൈഫ് സ്റ്റൈൽ കണ്ട് തന്നെയാണ്. കാരണം എന്തൊക്കെ തിരക്കുകൾ ഉണ്ടെങ്കിലും കുടുംബത്തിന്റെയും സ്കൂളിന്റെയും ജോലികൾ ഈക്വലി ബാലൻസ് ചെയ്തുകൊണ്ട് പോയിട്ടുള്ള ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ രാവിലെ തൊട്ടുള്ള അടുക്കളയിലെ റെസ്പോൺസിബിലിറ്റീസ്, ഭക്ഷണം ഉണ്ടാക്കലും ഒക്കെ അതൊന്നും ഞാൻ പകർത്തിയിട്ടില്ല. ഞാൻ വിചാരിച്ചു അതിങ്ങനെ പറഞ്ഞു തന്നപ്പോ അതാണ് പറയാൻ വന്നത്. ഞാനും അങ്ങനെ തന്നെ. ഇല്ലില്ല, അതൊക്കെ ഞാൻ കണ്ട് ആസ്വദിച്ചിട്ടുണ്ട്, മനസ്സിലാക്കി. അവയർനെസ് ഉണ്ട്. പക്ഷെ അത്രയ്ക്കൊന്നും അമ്മ ഇങ്ങനെ 3 നേരവും ഫ്രഷ് ആയിട്ട് ഫുഡ് ഉണ്ടാക്കുക. അത് പിന്നെ സ്കൂളിലാണെങ്കിലും ജസ്റ്റ് പഠിപ്പിക്കൽ മാത്രമല്ല, കൾച്ചറലിയും പ്രോഗ്രാംസിന്റെ ഒക്കെ എല്ലാം ആനുവൽ ഡേ തൊട്ട് എല്ലാ രാമായണ വീക്ക്, സാൻസ്ക്രിറ്റ് വീക്ക് എന്ന് പറഞ്ഞിട്ട് കുറെ കൾച്ചറൽ കമ്മിറ്റി ഹെഡ് ഒക്കെ ആയിരുന്നു അമ്മ. ഡിസിപ്ലിൻ കമ്മിറ്റി ഹെഡ് ആയിരുന്നു. പിന്നെ എൻ്റെ പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ ആണെങ്കിലും ആ ഒരു അതെങ്ങനെയാണ് ആ ടൈം മാനേജ്മെന്റ്, അമ്മയുടെ ടൈം മാനേജ്മെന്റ് സ്കിൽസ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവിടേക്ക് എത്താൻ പറ്റിയിട്ടില്ല. കൂടാതെ സ്കൂളിലാണെങ്കിലും ഇപ്പോൾ എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും ഇപ്പോൾ ഒരു ഡാൻസ് പ്രോഗ്രാം കഴിഞ്ഞ് വന്നിട്ടാണെങ്കിലും അവിടെ ഇരുന്ന് ആൻസർ പേപ്പർ കറക്റ്റ് ചെയ്യണം കണ്ടിട്ടുണ്ട് ഞാൻ. ഇപ്പോൾ ഒരു ദൂരെ പാലക്കാടോ അല്ലെങ്കിൽ ഈവൻ കാലിക്കട്ടൊക്കെ ടൈം മാനേജ്മെന്റ് കൊണ്ട് തന്നെ മികച്ച അധ്യാപികയുള്ള ദേശീയ അവാർഡാണ് അമ്മയ്ക്ക് ലഭിച്ചത്. ഏറ്റവും ആദ്യം ആൻസർ ഷീറ്റ്സ് എല്ലാം കറക്ഷൻ കഴിഞ്ഞ് തിരിച്ച് സ്കൂളിലേക്ക് എത്തിക്കണത് അമ്മയായിരിക്കും. ആദ്യം പേപ്പർ ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും ഇപ്പോൾ ഓരോ സബ്ജക്ട് ടീച്ചേഴ്സ് നോക്കി കഴിയണ അനുസരിച്ചാണല്ലോ കൊടുക്കുക.
അമ്മയുടെ കുട്ടികളായിരിക്കും ആദ്യം തന്നെ പേപ്പർ തിരിച്ചു കിട്ടുന്നത്. അയ്യോ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞു, പിള്ളേർക്ക് ഇത്ര പെട്ടെന്ന് തിരിച്ചു തരുവാണോ കറക്റ്റ് ചെയ്ത്, അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഈ ദിവ്യയുടെ ഒരു ഇപ്പൊ പറഞ്ഞല്ലോ നമ്മൾ ടൈം ഷെഡ്യൂൾ, ഇപ്പം അമ്മയ്ക്ക് എനിക്കൊന്ന് അമ്മ അക്കാര്യത്തിലൊക്കെ ഭയങ്കര ഇതായിരുന്നു. തിരിച്ചു വന്ന ദിവ്യ പരീക്ഷ എഴുതണം. എനിക്കൊന്ന് ഒരു പരീക്ഷ പോലും എഴുതാൻ മറക്കാത്ത സിനിമ നടി നിങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിലും അല്ലേ. അപ്പൊ ശരിക്കും വിദ്യയുടെ അടുത്ത് എങ്ങനെയായിരുന്നു? ഇതുപോലെ തന്നെയായിരുന്നു അമ്മ? കാരണം 11 വർഷത്തിന് ശേഷമാണല്ലോ വിദ്യ ഉണ്ടാവുന്നത്. അപ്പൊ എങ്ങനെയായിരുന്നു രണ്ടുപേരോടും ഉള്ളത്? ഇതേപോലെയൊക്കെ തന്നെയാണ്. അമ്മ രണ്ടുപേരുടെ അടുത്തും ഒരേപോലെ തന്നെയായിരുന്നു. വിദ്യ അതുപോലെ ആയിരുന്നു എന്നുള്ളതാണ് ചോദ്യം. അല്ല ഞാൻ ചോദിക്കട്ടെ ദിവ്യ, ഇപ്പൊ വിദ്യ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കാണണം എന്നൊക്കെ വിചാരിച്ചു വന്നത്. അപ്പം എന്തുകൊണ്ടാണ് വിദ്യ സിനിമ പിന്നെ തുടരാതിരുന്നത്? എന്താണ്? പഠിക്കുന്നറിയാം കേട്ടോ, എനിക്ക് എൻ്റെ ഹോസ്റ്റലിലൊക്കെ കുട്ടികൾ വിദ്യയുടെ ക്ലാസ്മേറ്റിൽ അവർ ചേച്ചിമാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പറയും ഭയങ്കരമായിട്ട് പഠിക്കും എന്ന് പറയുന്നത് കേൾക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് പിന്നെ സിനിമ എന്നൊരു മുന്നോട്ടങ്ങനെ? ഇല്ല, വിദ്യ നായികയായിട്ട് തന്നെയാണല്ലോ നായികയായിട്ട് ചെയ്തു, ഡോക്ടർ ലവ് ചെയ്തു, 3G ചെയ്തു. അതിനുശേഷം ഒരുപാട് ചാനലിൽ ഇങ്ങനെ ആങ്കറിങ് ചെയ്തിരുന്നു. അതെ അതെ. അപ്പൊ അതും എഞ്ചിനീയറിങ് ചെയ്യുന്ന സമയത്തായിരുന്നു. അപ്പൊ അതൊരു സ്കെഡ്യൂളായിട്ട് ഇങ്ങനെ കോളേജിൽ നിന്ന് വരുന്നു, ഇതിന്റെ വർക്ക് ചെയ്യുന്നു, പോകുന്നു. അങ്ങനെ അതിനുശേഷം പ്ലേസ്മെന്റ് കിട്ടി, ജോലി കിട്ടിയപ്പോൾ നമ്മൾ അത് പ്രയോറിറ്റൈസ് ചെയ്തു. കാരണം അപ്പൊ അതിനുവേണ്ടി ഹോങ്കോങ്ങിലായിരുന്നു ആദ്യം, പിന്നെ ഇപ്പൊ സിംഗപ്പൂരാണ്. അതെ, ശരിക്കും വിദ്യക്ക് ദിവ്യ ഒരു അമ്മയെ പോലെ ആയിരുന്നു അല്ലേ? ഈ അമ്മയുടെ കൂട്ടത്തെ സ്ട്രിക്ട്നെസ് ഒക്കെ ഉള്ള അമ്മ. ഇതും ഇവരോടൊന്നും ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യില്ലെങ്കിൽ ഇതൊക്കെ ഞാൻ ഉത്തരം എല്ലാ ഉത്തരങ്ങൾക്കും അങ്ങനെ ഒരു കാര്യം കൂടെ അടിയിൽ നമ്മൾ എഴുതി കാണിക്കുന്നുണ്ട്. ഇവരുടെ വേർഷൻ ചോദിക്കരുത്. അത് ഇപ്പൊ ചോദിക്കൂല, പിന്നെ എപ്പോഴല്ലേ ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയേ ഒരിക്കലും അല്ല, ഞാൻ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അങ്ങനെ സ്ട്രിക്റ്റേ ആയിരുന്നില്ല, വളരെ കാമായിരുന്നു. അതൊക്കെ അങ്ങനെയാണ്. ഇനി ചോദിക്കുമെങ്കിൽ ഞാൻ ചോദിക്കും, സത്യം പറയാം. അപ്പൊ നമുക്ക് ഇങ്ങനെ തമ്പ കൊടുക്കാം, ദിവ്യ ഉണ്ണി സത്യങ്ങൾ വെളിപ്പെടുത്തും. ഇല്ല, ഞാന് അങ്ങനെ ഭയങ്കര ബഹളം അങ്ങനെയൊന്നുമില്ല. ഇപ്പോഴും വിദ്യ വരുമ്പോൾ പറയും രാവിലെ ക്ലാസ് ഉണ്ട്, അപ്പോൾ എഴുന്നേക്കും. പിന്നെ അമ്പലത്തിൽ പോവപ്പോ അമ്മ പറയാ ചേച്ചി അമ്പലത്തിൽ പോയി, ചേച്ചി കുളിച്ച് അമ്പലത്തിൽ പോയി, ചേച്ചി ഇത് ചെയ്ത. അപ്പോൾ വിദ്യ പറയുന്നത് എന്താ ഇത് വന്ന് കിടന്നുറങ്ങിക്കൂടി. അപ്പോഴും ഇതെങ്ങനെ തന്നെയായിരുന്നു, ഇപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു, ഒരു ഇമ്പ്രൂവ്മെന്റ്. അന്നും ഈ എന്താ താരതമ്യപ്പെടുത്തൽ കുറെ ആള് കേട്ടിട്ടുണ്ടാവും. അതെ അതെ അതെ. നിങ്ങൾ എന്താ ഇത്ര ഇങ്ങനെ ഡിസിപ്ലിൻഡ് ആയിട്ട്? അങ്ങനെ പറയാം. അതുപോലെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് വന്ന് കിടന്നിട്ട് പിന്നെ രാവിലെ അസംബ്ലിക്ക് മുമ്പ് സ്കൂളിലെത്തും നമ്മള്. കാരണം സ്കൂളില് അസംബ്ലിക്ക് മുമ്പ് എത്തിയില്ലെങ്കിൽ അമ്മ പറയും അമ്മയാണ് ഡിസിപ്ലിൻ കമ്മിറ്റി. അപ്പം അമ്മ പറയും ഇനി അവിടെ നിന്നിട്ട് ഞാൻ തന്നെ ഉത്തരം പറയൊന്നുമില്ല. അവിടെ ആരെങ്കിലും എന്താണ് ലേറ്റായെന്നൊക്കെ ചോദിച്ചാൽ അമ്മ അവിടെ മീനാക്ഷിയുടെ ഐശ്വര്യയുടെ ഒക്കെ കാര്യമാണ് ഞാനിത് കേൾക്കുമ്പോ ആലോചിക്കുന്നത്. എൻ്റെ അമ്മേ, പാവം കുഞ്ഞുങ്ങള് ഇത്രയും ഡിസിപ്ലിൻ ആയിട്ടുള്ള അമ്മ എങ്ങനെയായിരിക്കും എനിക്ക് ഊഹിക്കാം. പക്ഷെ അവരുടെ സ്ഥിരം ഡയലോഗ് എന്താണെന്നറിയോ? ഐശ്വര്യ, മീന, യാ അമ്മമ്മ വാസ് ലൈക്ക് ദാറ്റ്. അതല്ലേ, അതിപ്പോ അവര് എന്നോട് പറഞ്ഞു തുടങ്ങി. യുനോ ഇഫ് ദിസ് വാസ് അമ്മമ്മ, ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ തുടങ്ങണേ. ഇപ്പൊ അമ്മമ്മയുടെ അടുത്താ ഇങ്ങനെ കാണിച്ചിരുന്നെങ്കിലുണ്ടല്ലോ എന്ത് ചെയ്യുന്ന അറിയോ? അപ്പൊ ഇപ്പോഴൊക്കെ അവര് പറയും ഞങ്ങൾക്ക് അറിയാം, ആ കഥയല്ലേ സ്ഥിരം കേട്ട് പഠിത്തു മാറ്റി പിടിക്കണം എന്തെങ്കിലും. അതെ. ശരിക്കും പിന്നെ ഹസ്ബൻഡ് പുള്ളി അരുൺ എങ്ങനെയാണ്? ശരിക്കും നമ്മൾ വളരെ റീലുകളിലൊക്കെ എനിക്ക് തോന്നുന്നു ആ ഒരു കല്യാണ പിക്ചറിലൊക്കെ എല്ലാവരും ഭയങ്കര ഒരു സിനിമാ നടന്റെ ചായ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അരുൺ എങ്ങനെയാണ് ദിവ്യയുടെ ഒരു ബിസി ഷെഡ്യൂളിനെ ഹെൽപ്പ് ചെയ്യുന്നത്? കാരണം പുള്ളിക്കും 9 to 5 ജോബാണ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ എങ്ങനെയാണ്? അദ്ദേഹം ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിലാണ്. അദ്ദേഹത്തിനും യാത്രകളുണ്ട്, അപ്പോൾ ഓഫ് ഷോർ യാത്രകളുണ്ട്. അപ്പോൾ രണ്ടുപേരുടെയും ബിസി സ്കെഡ്യൂളാണ്. സത്യം പറഞ്ഞാൽ അദ്ദേഹം ജോലി കഴിഞ്ഞ് വരുന്ന സമയത്താണ് എൻ്റെ ജോലി സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ ക്ലാസ്സുകൾ സ്കൂളുകൾ കഴിഞ്ഞിട്ടാണല്ലോ, കുട്ടികളുടെ സ്കൂളുകളുണ്ട്. അപ്പോൾ 6 to 8, 9 ആണ് എൻ്റെ ഡാൻസ് ക്ലാസ്സസ്. അപ്പോൾ ഓഫീസിൽ നിന്ന് വരുന്നതും ഞാൻ വന്നില്ലേ ശരി കേട്ടോ ബൈ, അങ്ങനെ ഒരു ഹായ് ബൈ ബന്ധത്തിൽ അങ്ങനെ പോവാണെന്ന്. അങ്ങനെയാണ് സ്കെഡ്യൂള്. പിന്നെ വീക്കെൻഡ്സ് ആണ് കുട്ടികൾ വീട്ടിലുള്ളത്, അതായത് ജനറൽ എൻ്റെ സ്റ്റുഡൻസ് ബേസ്. അപ്പൊ ഞാൻ ശനിയാഴ്ചയൊക്കെ രാവിലെ 8 മണിക്ക് ക്ലാസ് തുടങ്ങി 6 മണി വരെ ക്ലാസ്. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട് ഞങ്ങളുടെ സ്കെഡ്യൂളിങ്ങിൽ കുറച്ച് ഇതുണ്ട്. പക്ഷെ അരുൺ ആണെങ്കിലും ഓഫ് ഷോർ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ പോയാൽ ചിലപ്പോൾ 1.5 മാസമൊക്കെ പോകേണ്ടി വരാറുണ്ട്.
ഒരു മാസം, ചിലപ്പോൾ 2 ആഴ്ച ആയിരിക്കും, ചിലപ്പോൾ ഒരു മാസം, അങ്ങനെയൊക്കെ. പക്ഷെ ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് ആണെങ്കിലും, കുട്ടികൾ ഡാൻസ്, പിന്നെ നമ്മുടെ വാല്യൂസും കൾച്ചറും ഒക്കെ അറിഞ്ഞു തന്നെ കുട്ടികൾ വളരണം എന്നുള്ളത് രണ്ടുപേരുടെയും കൂടെ തീരുമാനം. അതെ അതെ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആക്ച്വലി. അരുണിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനുവേണ്ടിയൊക്കെ നമ്മളിങ്ങനെ ഇപ്പം ഐശ്വര്യ ജനിച്ചതിന് ശേഷമാണെങ്കിലും കൂടുതലും ഇപ്പോൾ അവിടുത്തെ കൾച്ചർ എന്താണെങ്കിലും സ്കൂൾ തുടങ്ങുമ്പോൾ എക്സ്പോസ്ഡ് ആവും. നമ്മുടെ കഥകളും പിന്നെ അരുൺ ബോംബെയിൽ വളർന്നതുകൊണ്ട് ഹിന്ദിയും ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്നതുകൊണ്ട് ഐശ്വര്യ അരുണും സംസാരിക്കുന്നത് ഹിന്ദിയിലാണ്, ദിവ്യ മലയാളത്തിൽ. അതെ അതെ. പിന്നെ അവിടുത്തെ ഇംഗ്ലീഷ് ഭാഷകളെല്ലാ കുട്ടികൾക്ക് മറ്റൊരു മിക്സഡ് കൾച്ചർ ആണെന്നൊക്കെ വീട്ടിൽ ഇല്ലില്ല ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കും ഹിന്ദി ആണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെറുപ്പത്തിലേ തുടങ്ങിയതുകൊണ്ട് അപ്പോൾ നമ്മൾ റൈംസ് കേൾപ്പിച്ചിരുന്നതൊക്കെ മലയാളവും ഹിന്ദിയും ഒക്കെയാണ്. ഓ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവരുടെ കാര്യത്തിലും അങ്ങനെ ഒരു തരം ഫോക്കസ്ഡ് ആയിട്ട് തന്നെയാണെന്നുള്ളത്. മൊത്തത്തിലൊരു പരീക്ഷ നമുക്ക് നോക്കാം, അങ്ങനെ പറയാം. അല്ല ദിവ്യ ഇപ്പൊ പറഞ്ഞില്ല, ദിവ്യയുടെ ആ ഒരു കാലഘട്ടങ്ങളിൽ, അല്ലെങ്കിൽ ദിവ്യ സിനിമ നിർത്തി പോകുന്ന ആ ഒരു കാലഘട്ടങ്ങളിലൊന്നും സോഷ്യൽ മീഡിയയോ ഒന്നും സജീവമല്ല. ഇപ്പം നമ്മൾ പറഞ്ഞില്ല, ആ ക്യാമറ കണ്ട് പകച്ചു നിൽക്കുന്ന ദിവ്യനെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നത്. അപ്പം ഈ സോഷ്യൽ മീഡിയ ഒക്കെ ദിവ്യ എങ്ങനെയാണ് ഉപയോഗിക്കുക? കാരണം വളരെ അത്ര ഒരു ആദ്യമൊന്നും ഞാൻ ഒന്നും എടുത്തിരുന്നില്ല. അതായത് വാട്സാപ്പ് ഒക്കെ വന്ന ഏകദേശം ഒരു വാട്സാപ്പാണ് ഞാൻ പറയുന്നത്, ഒരു 2-3 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ വാട്സാപ്പ് തന്നെ പോയി ഇത് പറഞ്ഞു. ഞാൻ പഴയ ടെക്സ്റ്റ് മെസ്സേജിങ്ങും ഫോൺ വിളിക്കലും പിന്നെ അവിടെ വോയിസ് മെയിലും കൂടി ഉണ്ട്. അതൊക്കെ തന്നെ ഞാൻ കുറെ നാൾ ഫോളോ ചെയ്തിരുന്നത്. പിന്നെയാണ് പതുക്കെ ദിവ്യ ഒരു ക്ലാസ് ക്യാൻസൽ, ഇപ്പോൾ അവിടെ ബാഡ് വെതറോ അങ്ങനെ എന്തെങ്കിലും ക്ലാസ് ക്യാൻസലേഷനൊക്കെ വന്നാൽ ഞാൻ ഇരുന്ന് 12-15 കോളൊക്കെ വിളിക്കും ഓരോ കുട്ടികളുടെയും ഒരു ബാച്ച് മുഴുവനെ. അപ്പോൾ പിന്നെ പതുക്കെ എല്ലാവരും പറഞ്ഞു ഒരു വാട്സാപ്പും ഫേസ്ബുക്കും അങ്ങനത്തെ കാര്യങ്ങൾ. അതെ, അമേരിക്കയിലെ ആ വില്ലേജിലുള്ള ഇപ്പോഴും പട്ടിക്കാട്ടുകാരി അങ്ങനെയുള്ളവർ പറഞ്ഞു എന്നോട്. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്കിത് കഴിയാത്തത് കൊണ്ടല്ല, പക്ഷെ ആ ഒരു ട്രാൻസിഷനോ ഇപ്പൊ ഇനി അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു. ഇനി ഇപ്പോഴൊക്കെ നമ്മൾ ഫോൺ വിളിയൊന്നും ഇല്ല. ഇപ്പൊക്കെ നമ്മൾ എൻ്റെ അമ്മ പറയും എന്താ ഇത് ആളുകൾക്കൊന്ന് അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്തോട്ടെ, ഈ ഇമോജി ആയിട്ടാണ് ഇതിൻ്റെ അർത്ഥം എന്താ, ഇതിൻ്റെ അർത്ഥം എന്താ ഇമോജി. ഞാൻ ചിലപ്പോൾ ഗൂഗിൾ ചെയ്യും ഈ ഇമോജിയുടെ അർത്ഥം, ഈ വൈറ്റ് ഹാർട്ടിന് എന്തിനൊക്കെ ഉപയോഗിക്കാം, പർപ്പിൾ ഹാർട്ട്, കാരണം ഇതൊന്നും എനിക്കറിയില്ല. അതിപ്പോ എന്റെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെ, ഞാനിത് ചിരിക്കുകയാണ്, അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാണ്, പറഞ്ഞോളൂ. ഇപ്പൊ അങ്ങനെ ഫുൾ ഓൺ ആ സൈഡിലേക്കാണ് നീക്കം. പക്ഷെ പണ്ട് മറ്റേ വരാനായിട്ടുള്ള മടി ഉണ്ടായിരുന്നു. എന്നാലും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ അതായത് വളരെ കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ അങ്ങനത്തെ ഒക്കെ ഭയങ്കര എനിക്കറിയാം. കാരണം നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ തന്നെയാണ് എനിക്കത് ഫോട്ടോഷൂട്ട്സ് ഒക്കെ നടത്തുമ്പം അതിന്റെ കഥകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പോസ്റ്റ് ചെയ്യാനൊക്കെ വിളിച്ചു പറഞ്ഞാൽ ചേച്ചി പിന്നൊക്കെ ആയിരിക്കും അത് കേട്ട് പോസ്റ്റ് ചെയ്യുന്ന കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്, കണ്ടായിരുന്നോ? ഓ അയച്ചു അല്ലേ? അവസ്ഥയാണ് എനിക്കറിയാം, എനിക്ക് ആ കഥകളൊക്കെ അറിയാം. ഇപ്പൊ വിചാരിക്കും പക്ഷെ ഓർഗനൈസ്ഡ് ആവണം. ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഡ്രാഫ്റ്റ് സേവ് ചെയ്യാനുള്ള ഫീച്ചർ ഉണ്ട്. ഓണം, വിഷു ഇതിൻ്റെ ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്തെടുത്ത് അവര് ഇൻസ്റ്റാഗ്രാം തന്നെ പോസ്റ്റ് ചെയ്യും, സ്കെഡ്യൂൾ ചെയ്ത് വെക്കാന്നൊക്കെ വിചാരിക്കും. പക്ഷെ 2-3 വർഷമായി വിചാരിക്കും ആ വിചാരം അങ്ങനെ തന്നെ. ഓണാവുമ്പോ തുടങ്ങും, ഓണത്തിന്റെ അന്ന് തിരുവോണം, ഇന്നൊരു വിഷയെങ്കിലും ഇടണ്ടേ, സ്റ്റോറിയിൽ ടൈപ്പ് ചെയ്തിട്ടാ മതിയോ? അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ആ 2 വർഷമായിട്ട് എനിക്ക് ആ ഫോട്ടോഷൂട്ടിന്റെ കഥ എനിക്ക് അറിയാവുന്നുണ്ട്, പറയേണ്ട കാര്യമില്ല. ഇപ്പം ഇത്രയും ചിരിക്കുന്ന ഒരു ദിവ്യനെ വളരെ കുറവാണ് ഞാൻ കണ്ടുള്ളത്. കുറച്ച് സീരിയസ് ഒക്കെ ടീച്ചർ മൂഡിലൊക്കെ ആണല്ലോ. അപ്പോൾ ഈ ജീവിതത്തിൽ ഇപ്പോൾ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ പലപ്പോഴും നമുക്ക് വരാറില്ല. അപ്പോൾ ഈ തീരുമാനമൊക്കെ എടുക്കുന്നത് ഒറ്റയ്ക്കാണോ അതോ ഈ അച്ഛൻ അമ്മ അങ്ങനത്തെ ഒരു സപ്പോർട്ട് സിസ്റ്റത്തിനെ പിടിക്കാൻ? അച്ഛനും അമ്മയുടെ ചോദിച്ചിട്ട് തന്നെയാണ് എല്ലാ തീരുമാനങ്ങളും എടുക്കുക. പിന്നെ ഇപ്പോൾ അരുണുമായിട്ട് ഡിസ്കസ് ചെയ്യും. അങ്ങനെ എന്തെങ്കിലും എന്താ പറയാ സംസാരിക്കണം എന്ന് തോന്നിയാൽ സംസാരിക്കുന്ന ആളാണ്. അതായത് കൺഫ്യൂഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആളാണ്. അത് പക്ഷെ അത് എന്താണ് ആ ബോദർ ചെയ്യണമെന്നുള്ളത് പറഞ്ഞു ഫലിപ്പിക്കാനായിട്ടുള്ള ഒരു തത്രപ്പാടുണ്ടല്ലോ, അത് ഇപ്പോഴും പഠിച്ചു വരണേ ഉള്ളൂ. അതായത് നമ്മൾക്ക് പലപ്പോഴും നമ്മളെ എന്താണ് നമ്മളെ ബോദർ ചെയ്യണേ എന്നുള്ളത് കണ്ടുപിടിക്കാൻ നമുക്ക് തന്നെ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ പോയി ആളുകളുമായിട്ട് ഷെയർ ചെയ്യുന്നതും. പക്ഷെ തീരുമാനം അവരുടെയൊക്കെ
ഒപ്പീനിയൻ അനുസരിച്ചിട്ടുള്ള ഒരു നമ്മൾ ലാസ്റ്റ് ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മളന്ന് ജയറാമേട്ടൻ്റെ ഒരു കഥ പറഞ്ഞു. എനിക്കൊന്ന് അങ്ങനെ അധികം നായികമാർക്ക് കിട്ടിയിട്ടുണ്ടോന്ന് അറിഞ്ഞൂടാ. 5ാമത്തെ വയസ്സിൽ ജയറാമേട്ടൻ്റെ കൂടെ അഭിനയിച്ചു. പിന്നെ നായികയായിട്ട് എനിക്കൊന്ന് 5ഓളം സിനിമകളല്ലേ, 5ഓളം സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. അന്ന് ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടിയായിട്ട് 5 വയസ്സിൽ പൂക്കാലം വരവായി അല്ലെ, പൂക്കാലം വരവായിക്കകത്ത് അഭിനയിച്ചിട്ട് പിന്നെ ഈ നായികയായിട്ട് കാണുമ്പോൾ എങ്ങനെയായിരുന്നു അത്? കുട്ടിക്ക് അത് ഓർമ്മയുണ്ടായിരുന്നു പൂക്കാലം വരവായുടെ? ഇല്ല, 5അല്ല, അതിലും കുറച്ചുകൂടെ ഒരു 2ാം ക്ലാസ്സിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ജയറാമേട്ടൻ കേൾക്കും ഇരിക്കട്ടെ 2ാം ക്ലാസ്. അന്ന് ജയറാമേട്ടൻ ഒരു കഥ ഇറക്കിയിരുന്നല്ലോ. അതെ, അതാണ് 10ാം ക്ലാസ്സിലായിരുന്നു ജയറാമേട്ടൻ. അതെ. ദിവ്യ ഞാൻ 2ാം ക്ലാസ്സിൽ. ഓഫ്, നമ്മളെ കണ്ടിട്ട് അതെ ഞാൻ 10ൽ പഠിക്കുമ്പോൾ ഓ അതെനിക്കൊന്ന് 10ലായിരുന്നു. ഓ ശരി. വീണ്ടും അന്നൊരു ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആ ചെറിയ പ്രായം എന്ന് പറയുമ്പം ജയറാമേട്ടനെ സംബന്ധിച്ചൊരു അച്ഛൻ പോലത്തെ ഒരു ഫിഗർ ആയിരിക്കുമല്ലോ ജയറാമേട്ടൻ, കേൾക്കണ്ട. എന്നിട്ട് ഈ നായികയായിട്ട് വന്നു ഇത് വേണമെങ്കിൽ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്തോളൂ കേട്ടോ. എനിക്ക് ഞാൻ പോയിട്ട് അച്ഛൻ ഫിഗർ ആയിരുന്നു എന്നൊക്കെ. അല്ല, ഒരു അങ്കിൾ അച്ഛൻ വെട്ടി അങ്കിൾ ദിവ്യ ഒരു രക്ഷയില്ല. ദൈവം കണ്ടോ? അല്ല ദിവ്യ, നമ്മൾ അച്ഛനല്ല അങ്കിൾ. പറ അങ്കിൾ, അതിലും പ്രശ്നം ചേട്ടൻ മതിയോ? ജയറാമേട്ടന്റെ സന്തോഷത്തിന് വേണ്ടി ഞങ്ങളിപ്പോ ഒരു ചേട്ടൻ ലെവൽ എത്തിച്ചിട്ടുണ്ട്. പറ ചേട്ടൻ പിന്നെ നായകനായിട്ട് വന്നപ്പോ എങ്ങനെയായിരുന്നു? ഇല്ല ജെസ്സി, ജയറാമേട്ടൻ അന്നും അല്ല ആദ്യമായിട്ട് കാണണേ. ഈ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ ഈ സെലിബ്രിറ്റീസ് ട്രോഫി തരാനൊക്കെ വരില്ല, അങ്ങനെ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ സ്കൂളിൽ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നീടാണ് പൂക്കാലം വരവായിലേക്ക് വരുന്നത്. ഈ അമ്പലത്തിൽ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തില് ധനശേഖരണം ഈ ഉത്സവത്തിന് മുമ്പുള്ള അതിന്റെ ഉദ്ഘാടനത്തിന് അങ്ങനെ കുറച്ച് പരിചയമുണ്ട്, അന്ന് കണ്ടു പരിചയമുണ്ട്. അപ്പോ ഭയങ്കര ഒരു എന്താ പറയാ, അന്നേരം കണ്ട അവിടെ കണ്ട ആൾ അങ്ങനെയല്ല, അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ജേർണി ആയിരുന്നു. ജയറാമേട്ടന് ഇനി കുറെ കഥകൾ കേട്ടിട്ടുണ്ട്, സെറ്റിലൊക്കെ പുള്ളി ഉണ്ടാക്കി പറയുന്നത്. അങ്ങനത്തെ എന്തെങ്കിലും കഥകൾ ഓർമ്മയുണ്ടോ ദിവ്യക്ക്? കഥകളില്ല, ഈ ഡാൻസ് പ്രോഗ്രാം ചെയ്യുമല്ലോ ഞാൻ, അന്ന് സിനിമയിൽ അഭിനയിക്കുമ്പോ തന്നെ അപ്പൊ പറയും അത് ഒറ്റപ്പാലം. അപ്പൊ എന്നിട്ട് വെറുതെ ഇങ്ങനെ അവിടെ അടുത്തൊരു സുബ്രഹ്മണ്യന്റെ അമ്പലമുണ്ട്, കൃഷ്ണന്റെ അമ്പലമുണ്ട്, ദേവിയുടെ ഉണ്ട്, പിന്നെ അങ്ങനെ വെറുതെ കഥ ഉണ്ടാക്കണം. ഇവിടെയൊക്കെ ഉത്സവമുള്ള സമയത്താണ് ദിവ്യ അഭിനയിക്കുള്ളൂ അവിടെ. കാരണം അപ്പോഴാണ് സിനിമ അഭിനയവും പിന്നെ ഒരു 3-4 ഇനാഗുറേഷൻ, പിന്നെ ഒരു കുറച്ച് അതിന്റെ ഇടയിൽ കൂടെ നമ്മള് സിനിമ എടുത്തിട്ട് ഇങ്ങനത്തെയൊക്കെ കഥകള്. പിന്നെ ഇന്ന് ഞാൻ പറയും ഏത് ഡാൻസ് കളിക്കണേ, ഞാൻ പറയും ഇന്ന് കൃഷ്ണന്റെ, അതാ മുരുകന്റെ അമ്പലം, അറിഞ്ഞില്ല, വെറുതെ ചുമ്മാ ഇങ്ങനെ. അയ്യോ ദൈവമേ, ഇത് മുഴുവൻ കൃഷ്ണൻ ഉണ്ടാക്കി വെച്ചല്ലോ, ഇത് മുരുകന്റെ ആണല്ലോ, ഇനി എന്ത് ചെയ്യും എന്നൊക്കെ. ഞാനപ്പോ ഇത് മുരുകന്റെ ആണോ കൃഷ്ണന്റെ ആണോ, ഇങ്ങനത്തെ വളരെ സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. രസമാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ദിവ്യ എന്നോട് പറഞ്ഞു, നമ്മുടെ മമ്മൂക്കയ്ക്ക്, ഞങ്ങളുടെ ചെയർമാനാണ്, മമ്മൂക്കയ്ക്ക് ലെറ്റർ ഒക്കെ എഴുതിയിരുന്നില്ലേ? എന്തായിരുന്നു ആ കഥ? എനിക്കറിയാം. ഇല്ല, അതൊരു എന്താ പറയാ, അത് എപ്പോഴാ സന്ദർഭം കൂടെ എല്ലാരും കേട്ടോളൂ കേട്ടോ. അത് മമ്മൂക്കയ്ക്ക് അവാർഡ് കിട്ടിയ സമയത്ത്, ദേശീയ അവാർഡല്ലേ, ദേശീയ അവാർഡ് കിട്ടിയപ്പോ അന്ന് നായ്ക്കുട്ടി മമ്മൂക്കയുടെ നായികയായി മറവത്തൂർ കനവിൽ അഭിനയിക്കുകയാണ്. അപ്പോ ഞാനിങ്ങനെ ഞാൻ ഒന്ന് എഴുതി, ഞാൻ പറഞ്ഞിരുന്നില്ലേ അവാർഡ് കിട്ടുന്നൊക്കെ, മമ്മൂക്കയോട് പറയാണ്. അല്ല, ഞാൻ പറയാനുള്ള ധൈര്യം എഴുതുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്, ഒരുപാട് ഹാപ്പിയാണ് ഈ സമയത്ത്. അപ്പൊ ഞാൻ വിചാരിച്ചു, പിന്നീട് ഞാൻ നോക്കിയപ്പോ ഞാൻ വിചാരിച്ചു, ഈശ്വര ഇത് എന്ത്, ഇതിൽ ഞാൻ തന്നെ എഴുതിയിരിക്കണേ. അന്ന് ഞാൻ ഉള്ളപ്പോ തന്നെ ഈ അവാർഡ് കിട്ടിയത്. മമ്മൂക്കയ്ക്ക് ദേശീയ അവാർഡ് കിട്ടിയപ്പോ നായിക ലെറ്റർ എഴുതുകയാണ് മമ്മൂക്ക. അതിനുശേഷം തുടരെ കുറെ സംഭവങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. അതിനുശേഷമുള്ള കുറെ ആക്ച്വലി ലെറ്റർ ഒന്ന് കൊടുത്തിരുന്നു, കൊടുത്തു. അപ്പൊ എന്താ മമ്മൂക്ക പറഞ്ഞേ? എന്ത് പറയും, ഇതിനൊക്കെ എന്ത്, ഞാൻ പറഞ്ഞിരുന്നില്ലേ അവാർഡ് കിട്ടും, ഇതിനൊന്നും പറയാൻ പറ്റില്ല. ഇല്ല, അതൊക്കെ കൊച്ചു എന്താ പറയാ, ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ഇതൊക്കെ കഥകളായിട്ട് ഇപ്പൊ പറഞ്ഞ് ചിരിക്കാന്നല്ലാണ്ട് അതൊന്നും കാര്യമല്ല. പക്ഷെ അബദ്ധമൊക്കെ പറ്റിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു അനുമോദന മീറ്റിങ്ങില് ഞാനായിരുന്നു അഗൈൻ MC. അപ്പൊ അന്ന് ദിവ്യ നായികയാണ്. പക്ഷെ സ്റ്റേജിൽ ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ മമ്മൂക്കയെ അനുമോദിക്കുന്ന ഒരു വേദിയില് കുറെ പേരെ ഇങ്ങനെ വിളിച്ചിരുന്നു, അടുത്തതായി ഇതിനു വേണ്ടി എന്ന് പറഞ്ഞിട്ട്
അനുമോദിക്കാൻ വിളിക്കുന്നു. കുറേ വലിയ വലിയ ഡയറക്ടേഴ്സും എല്ലാവരും ഒക്കെ അഭിനന്ദിക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് മമ്മൂക്കെ എന്താ പറയുക മറുപടി പ്രസംഗത്തിനെന്നാ പറയേണ്ടിയിരുന്നേ. ഞാൻ സ്വാഗത പ്രസംഗം എന്തോ അനൗൺസ് ചെയ്തു. മെയിൻ മമ്മൂക്കയാണ് മറുപടി. അപ്പോൾ അടുത്തതായി സ്വാഗത പ്രസംഗത്തിന് ശ്രീ മമ്മൂട്ടിയെ ഞാൻ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞ പോയി പറഞ്ഞു. അപ്പോൾ എല്ലാം സൈലൻസ്. എന്നിട്ട് ഞാൻ വന്നു തിരിച്ച്. അപ്പോൾ എന്നോട് പറഞ്ഞു ദിവ്യ സ്വാഗതത്തിന് മമ്മൂക്കെ വിളിച്ചത്. അപ്പം ഞാനിനി ഇത് അവിടെ കിടന്ന് ഉരുളണമല്ലോ. അപ്പം ഞാൻ പോയി എൻ്റെ കമ്പാക്ക് ആയിരുന്നു. ഒരബദ്ധം ഏത് പോലീസുകാരും ചെന്ന് പറയാണ് മൈക്കിൽ കൂടെ പറഞ്ഞു. ഞാൻ എന്നിട്ട് മമ്മൂക്ക എഴുന്നേറ്റ് വന്ന് സഹായിച്ചു, സംസാരിച്ചു തുടങ്ങി അദ്ദേഹം. അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ശരിയും മമ്മൂക്ക എന്ന് പറയുമ്പം ഇപ്പോഴും എല്ലാവരും പറയും മമ്മൂക്ക എന്ന് വരുമ്പം സെറ്റിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഓറയെ കുറിച്ച്, എല്ലാവർക്കും ഉള്ളുകൊണ്ടൊരു പേടിയെ കുറിച്ച്. അപ്പൊ അന്നത്തെ ഈ എഴുത്തെഴുതിയ നായികയ്ക്ക് എന്താണ് മമ്മൂക്കയുടെ ആ ഒരു അന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇപ്പോഴൊക്കെ ഞാൻ ആലോചിക്കുമ്പോൾ വിചാരിക്കും പാവമല്ലേ ഇങ്ങനെ അല്ല മമ്മൂക്ക വാത്സല്യം കൊണ്ട് ഇതിനോടൊന്നും കൊതിട്ട് കാര്യം ഇതിങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ള രീതിയിലായിരുന്നായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷെ ദാറ്റ് ബീങ് സെഡ്, ജോക്സ് അപ്പാർട്ട്, മമ്മൂക്കയ്ക്ക് ഒരുപാട് സന്തോഷമായിരുന്നു ഞാൻ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യുന്നതിന്. അത് പറഞ്ഞിട്ടുണ്ട് അച്ഛനോടും അമ്മോടും. അത് പഠിത്തം കണ്ടിന്യൂ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. അത് സമയത്തുള്ള കാര്യങ്ങൾ, അതായത് ഡിഗ്രിയുടെ സമയത്ത് ഡിഗ്രി, മാസ്റ്റേഴ്സ്, അതൊക്കെ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നിടത്തോളം കൊണ്ടുപോകണം എന്നുള്ള ഒരു. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്കും അതൊരു ഭയങ്കര എൻകറേജ്മെൻ്റ് ആണ്. കാരണം അവരുടെ രീതിയിലുള്ള ഡിസിപ്ലിനിൽ വളർത്തുന്നുണ്ടെങ്കിലും ഇപ്പം ആസ് എ പേരൻറ്റ് എനിക്ക് മനസ്സിലാവും. കാരണം നമ്മൾ കോൺസ്റ്റന്റ് ഡൗട്ടിലാണല്ലോ ചെയ്യുന്നത്, ശരിയാണോ എന്നും. അങ്ങനെയാണ് നമ്മൾ പിള്ളേരെ വളർത്തിക്കൊണ്ട് വരുന്നത്. അപ്പോൾ മമ്മൂക്കയെ പോലെയുള്ള ഒരാളുടെ അടുത്തു നിന്നും ഒരു എൻകറേജ്മെന്റ് അത് കിട്ടുമ്പോൾ അമ്മ പറഞ്ഞു അത് നല്ലതാണെന്ന് പറഞ്ഞു. എന്തായാലും പഠിക്കണം കേട്ടോ, മര്യാദയ്ക്ക് പഠിച്ച് നമ്മൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ഒരു കാരണവശാലും എന്നൊക്കെ പറഞ്ഞിട്ട് അത് അവർക്കും ഒരു റീഅഷ്യൂറൻസ് ആയിരുന്നു. അതായത് ഇപ്പോൾ സിനിമയിൽ പലപ്പോഴും പലയിടത്തുനിന്നും സിനിമയ്ക്ക് പരീക്ഷ പിന്നെ എഴുതിയെടുത്തപ്പോൾ ഈ സിനിമയുടെ ഇടയിൽ നിന്ന് ഒരു ഷൂട്ടിംഗ് അങ്ങനത്തെ ഒരുപാട് ഒപ്പീനിയൻസ് വരുമല്ലോ. നമ്മൾ ചെയ്യുന്നത് ശരിയോ തെറ്റോ, പക്ഷെ അപ്പോൾ അത് ഭയങ്കര ഒരു എനിക്കിപ്പോഴും അവരുടെ രണ്ടുപേരുടെയും മുഖത്തെ ആ ഒരു കോൺഫിഡൻസ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ലാലേട്ടൻ്റെ കൂടെ രണ്ടാമത്തെ സിനിമയിൽ തന്നെ നായികയാവുകയും പിന്നീട് ഉസ്താദിൽ എനിക്ക് തോന്നുന്നു ആരൊക്കെ ആ സമയത്ത് ദിവ്യോനോട് ഭയങ്കര അസൂയുണ്ടെന്നൊക്കെ പറഞ്ഞു. കാരണം ലാലേട്ടനോട് അത്ര അടുത്തിട്ടേ ഇരിക്കുന്ന ആ തറയിൽ ഇരുന്നിട്ടൊക്കെ ഉള്ള ഒരു വെറ്റില കൊടുക്കുന്ന ഒരു സീനൊക്കെ ഉള്ളു. അപ്പോൾ ഭയങ്കര ഒരു പ്രത്യേകിച്ച് ആ പാട്ടുകളും എല്ലാം ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പം എങ്ങനെയായിരുന്നു ആ ഒരു ലാലേട്ടനുമായിട്ടുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ്? കാരണം ആദ്യത്തെ സിനിമ ചെയ്യുമ്പോൾ 14 വയസ്സ്, രണ്ടാമത്തെ ആവുമ്പോൾ കുറച്ചുകൂടെ ദിവ്യ കോളേജിലൊക്കെ ഉള്ള സമയത്താണ് അല്ലേ? അപ്പൊ എങ്ങനെയായിരുന്നു അതിലൊന്നും? പക്ഷെ ആ ഫുൾ പാട്ടില്ലേ വെണ്ണില കൊമ്പിലെ അതിൽ വെള്ളം തെറിപ്പിക്കുന്ന സീൻ, അതൊക്കെ എന്താ പറയാ അൺപ്ലാൻഡ് ആണ്. അതായത് നമ്മളിങ്ങനെ നിൽക്കും. അപ്പോൾ ഇതൊരു നമ്മൾ കുറച്ച് ഒരു സീക്വൻസ് എടുക്കുകയാണ് ആങ്ങളെ പെങ്ങളെ സ്നേഹം വരാൻ വേണ്ടി കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഒന്നും പ്ലാൻഡ് അല്ല. ലാലേട്ടൻ വരുമ്പോൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ കാണിക്കും. അപ്പം ഞാനിങ്ങനെ തിരിയുമ്പോൾ വെള്ളം മേത്ത് വീഴും. പിന്നെ അവിടുന്ന് അതൊന്നും ഇറ്റ് വാസ് നോട്ട് അറ്റ് ഓൾ പ്ലാൻഡ്. അത് പ്ലാൻഡ് അല്ല. പിന്നെ വേറെന്തോ ഇങ്ങനെ ഞാൻ എന്തോ പറയുമ്പോൾ എൻ്റെ കൈ ഇങ്ങനെ കൈ പിടിക്കും. അപ്പം ഞാനത് അതൊക്കെ അദ്ദേഹത്തിൻ്റെ തന്നെ നമ്മളെ വെറുതെ ഇങ്ങനെ ലൈക്ക് നമ്മൾ വെറുതെ നിന്ന് കൊടുത്തതേ ഉള്ളൂ. അതെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ശരിക്കും അതൊന്നും ഭയങ്കര വർക്കൗട്ടായി തന്നെ പറയാം. ആ സിനിമയ്ക്ക് എത്ര കണ്ടാലും നമുക്ക് മതിയാത്ത. അതുപോലെ തന്നെ ദിവ്യയെ സംബന്ധിച്ചിടത്തോളം എല്ലാ സൂപ്പർ താരങ്ങൾ എന്ന് നമ്മൾ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ എല്ലാ നായകന്മാരുടെയും നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ആ ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഇല്ല, അങ്ങനെ തന്നെ തോന്നൂല്ലേ? മമ്മൂക്ക, മോഹൻലാൽ, സുരേഷ് ഏട്ടൻ, എല്ലാവരുടെയും കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പം ഇത്രയും നല്ല നല്ല സിനിമകൾ ചെയ്യുമ്പോഴും ഏറ്റവും ദിവ്യ ഉണ്ണിയുടെ ഹൃദയത്തിൽ ഏറ്റവും അടുത്തിരിക്കുന്ന കഥാപാത്രം ഏതായിരിക്കും? അങ്ങനെ ഒരെണ്ണം പറയാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. കാരണം എല്ലാം വളരെ സ്പെഷ്യലാണ്. എന്നാൽ ദിവ്യയുടെ കഥാപാത്രത്തോട് ചേർന്നിരിക്കുന്നത് ഏതെങ്കിലും അങ്ങനെ ഒന്നും? പ്രണയവർണ്ണങ്ങൾ അതിപ്പോ എല്ലാം കുറച്ച് ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ ഇന്ദുവും ഉണ്ട് കുറച്ച്. ആണല്ലേ? ഉണ്ട്. കാരണം അങ്ങനെ ഒരു എല്ലാം നോക്കിക്കണ്ട് നിന്ന് പെരുമാറുന്ന ഒരു ക്യാരക്ടറാണല്ലോ കാരുണ്യം, ഇന്ദു. പിന്നെ പത്മജയുണ്ട്, പപ്പ, കുറച്ചൊരു ഇതായിട്ട്.
ചില സമയത്ത് ഇങ്ങനെ വികൃതി തോന്നുമ്പോ മായ. ഒരു മുഴുനീള നൃത്ത അങ്ങനത്തെ ഡാൻസർ കഥാപാത്രം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ സിനിമ? ആഗ്രഹമുണ്ട്, പക്ഷെ അത് ഡിഫറെന്റ് ആണ്. നമ്മളുള്ള നൃത്ത ലോകമായിരിക്കില്ല സിനിമയിലേക്ക് നൃത്തം വരുമ്പോ. അപ്പോ ആഗ്രഹമുണ്ട്, പക്ഷെ അത് നൃത്തം എന്ന് പറയുന്ന ഒരു ഭയങ്കര ഒരു വലിയ കടലാണല്ലോ. അതിനെ ഒരു സിനിമയിലേക്ക് എത്തിക്കുമ്പോഴത്തേക്ക് അപ്പൊ അത് തന്നെ ആലോചിക്കുമ്പോ തന്നെ അയ്യോ ഇത് അതിന്റെ ഏത് മേഖലയാണ് നമ്മൾ ഫീച്ചർ ചെയ്യാന്നുള്ളത്. എന്തായാലും ഒരുപാട് സന്തോഷം ദിവ്യ. കുറെ ചിരിച്ചു, കുറെ സംസാരിച്ചു, ഇനി കുറെ കാര്യങ്ങളുണ്ട്. പക്ഷേ ദിവ്യക്കായിട്ട് അടുത്ത ആൾക്കാർ ഇവിടെ വെയിറ്റിംഗ് ആണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എല്ലാവരും മലയാളികൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നില്ല, സിനിമയിലേക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാവോ? തിരിച്ചു വരവെന്ന് പറഞ്ഞാൽ അതിന്റെ സമയമാകുമ്പോൾ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ ചെയ്യില്ല എന്നൊന്നും പറഞ്ഞ് മാറ്റി വെച്ചിട്ടില്ല. അവസരങ്ങൾ ചിലതൊക്കെ വന്നപ്പോൾ എനിക്ക് വന്ന് കമ്മിറ്റഡ് ആയിട്ട് ആ ഡേറ്റ്സ് കൊടുക്കാൻ പറ്റാണ്ട് ആയിട്ടുണ്ട്. പക്ഷേ സ്ക്രിപ്റ്റ്സ് അങ്ങനെ വരുമ്പോൾ ഞാൻ താല്പര്യമേ ഇല്ല അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. നോക്കാം. എന്നാലും ഒരുപാട് സന്തോഷം. അപ്പോൾ ഗിന്നസ് റെക്കോർഡ് കേരളത്തിലേക്ക് നൃത്തത്തിന് ദിവ്യ കൊണ്ടുവരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ജീവിതത്തിൻ്റെ എല്ലാവിധ നന്മകളും. താങ്ക് യു.